നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ഭരിക്കുന്ന കാട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റി തട്ടിപ്പ് നടത്തിയ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെങ്ങാമുക്ക് മൂലപ്പാട്ട് സ്വദേശി പാക്കാട്ട് വീട്ടിൽ 67 വയസ്സുള്ള സജിത്തിനെയാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പണയ സ്വർണം, ആധാരങ്ങൾ, സാലറി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് 2 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. വടക്കേക്കാട് നായരങ്ങാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. പഞ്ചായത്തിന് സമീപം ജോസ് മാസ്റ്ററിന്റെ ഉടമസ്ഥതയിലുള്ള വയലത്തൂർ സിജോർ സ്റ്റോഴ്സിന്റെ പിറകുവശത്തുള്ള പറമ്പിൽ നിന്നാണ് 40 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശമംഗലം ബൾക്ക് വാട്ടർ പദ്ധതിയുടെ വേഗത കൂട്ടാൻ കേന്ദ്ര സംഘം ജില്ലയിൽ സന്ദർശനം നടത്തി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ദേശമംഗലം, കടങ്ങോട്, വേലൂർ, വരവൂർ, ചൂണ്ടൽ, കണ്ടാണശ്ശേരി, മുള്ളൂർക്കര എന്നീ 7 പഞ്ചായത്തുകളെയാണ് സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേശമംഗലം പഞ്ചായത്തിൽപ്പെട്ട ഭാരതപ്പുഴയിൽ നിന്നാണ് പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ശേഖരിക്കുന്നത്. കൊണ്ടയൂരിൽ പമ്പിംഗ് ഹൗസ്, ദേശമംഗലം 40 MLD ജലശുചീകരണശാല യൂണിറ്റ്, വാട്ടർ ടാങ്ക് എന്നിവ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ലഭ്യതയില്ലാത്തതായിരുന്നു പദ്ധതി വൈകുന്നതിന് കാരണമായത്. കൂടാതെ 56.6 കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ പാർശ്വഭാഗം പൊളിച്ച് പൈപ്പ് ഇടുന്നതിന് പദ്ധതി നിഷ്കർഷിക്കുന്നുണ്ടെങ്കിലും 5.73 കിലോമീറ്റർ മാത്രമേ ഇതിനകം അനുമതി ലഭിച്ചിട്ടുള്ളൂ. 45 കോടി രൂപയാണ് സ്കീമിൽ ഉൾപ്പെട്ട എളവള്ളി ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി വെള്ളം സംഭരിക്കുന്നതിന് 10 ലക്ഷം ലിറ്റർ ശേഷിയുള്ള വലിയ ടാങ്ക് പറക്കാട് മൊടാട്ടുകുന്നിൽ ജലവിഭവ വകുപ്പ് വക സ്ഥലത്ത് സ്ഥാപിക്കും. ഈ വെള്ളം താമരപ്പള്ളി പൂച്ചക്കുന്നിലെ നിലവിലുള്ള ടാങ്കിലേക്ക് എത്തിക്കും. തുടർന്നാണ് ഗാർഹിക കണക്ഷനുകളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. നിലവിൽ 3900 ഗുണഭോക്താക്കൾക്കാണ് ജലനിധി കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. 4437 പേർക്ക് കൂടി ഇനിയും ഗാർഹിക കണക്ഷൻ നൽകാൻ ബാക്കിയുണ്ട്. ബൾക്ക് വാട്ടർ പദ്ധതി വരുന്നതോടുകൂടി 4437 പേർക്ക് കൂടി പുതിയ കണക്ഷൻ ലഭിക്കും. കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ വെച്ച് പദ്ധതിയുടെ അവലോകന യോഗത്തിൽ തൃശൂർ ജില്ലാ സബ് കളക്ടർ അഖിൽ വി മേനോൻ അധ്യക്ഷനായി. കേന്ദ്ര സംഘാംഗങ്ങളായ ദീപാലി മിർസ്കാർ IPS, ടെക്നിക്കൽ എഞ്ചിനീയറായ സുധീർ കുമാർ ബന്ധാരി, ജലവിഭവ വകുപ്പ് തൃശൂർ PH സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PA സുമ, നാട്ടിക പ്രൊജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ GL വിഷ്ണു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ HJ നീലിമ, അസിസ്റ്റന്റ് എഞ്ചിനീയർ PV ഷൈനി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മാനേജർ MP ഷഹീർ, റീജിയണൽ പ്രോജക്ട് ഡയറക്ടർ PI മനോജ്, ടെക്നിക്കൽ മാനേജർ S ആതിര, ജനപ്രതിനിധികളായ ജിയോ ഫോക്സ്, NB ജയ, PM അബു, ശ്രീബിത ഷാജി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, ജലനിധി ഭാരവാഹികളായ PI ബാബു, PM ജോസഫ്, KA പ്രേമൻ, ഗീതാ മോഹനൻ, ചെറുപുഷ്പം ജോണി, TB സന്തോഷ് എന്നിവർ സംസാരിച്ചു. 2026 ഡിസംബർ മാസത്തിൽ പദ്ധതി പൂർത്തീകരിച്ച് എളവള്ളി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള ഗ്രാമമാക്കുകയാണ് ലക്ഷ്യമെന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ വിവിധ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന വികസന പദ്ധതികൾക്ക് ഭരണാനുമതിയായി. മുരളി പെരുന്നെല്ലി MLAയുടെ ഇടപെടലിനെ തുടർന്നാണ് വിവിധ പദ്ധതികൾക്കായി തുക അനുവദിച്ച് ഭരണാനുമതി ലഭിച്ചത്. അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ OP ബ്ലോക്ക് നിർമ്മാണത്തിന് 30 ലക്ഷം. അരിമ്പൂർ പഞ്ചായത്ത് 16-ാം വാർഡ് അങ്കണവാടി നമ്പർ 134 പുതിയ കെട്ടിടത്തിന് 25 ലക്ഷം. അരിമ്പൂർ പഞ്ചായത്ത് കിഴക്കുംപുറം ലാലൂർ ബണ്ട് റോഡ് നിർമ്മാണം 70 ലക്ഷം. മുല്ലശ്ശേരി പഞ്ചായത്ത് പറമ്പന്തള്ളി നട മുതൽ മാനിന വരെയുള്ള റോഡ് നവീകരണത്തിന് 1 കോടി. മുല്ലശ്ശേരി പഞ്ചായത്ത് കോഴിത്തോട് തിരുനെല്ലൂർ റോഡ് 25 ലക്ഷം. മുല്ലശ്ശേരി പഞ്ചായത്ത് അന്നകര എലവത്തൂർ ഊരകം മങ്കുഴി റോഡ് 70 ലക്ഷം. മുല്ലശ്ശേരി കൃഷിഭവന് പുതിയ കെട്ടിടം 40 ലക്ഷം. വാടാനപ്പള്ളി പഞ്ചായത്ത് 5-ാം വാർഡിൽ തൃത്തല്ലൂർ ഹെൽത്ത് സെന്റർ റോഡ് നവീകരണം 25 ലക്ഷം. വാടാനപ്പള്ളി പഞ്ചായത്ത് 8-ാം വാർഡിൽ മേപ്രങ്ങാട്ട് ഗണേശമംഗലം റോഡ് നവീകരണം 25 ലക്ഷം. പാവറട്ടി പഞ്ചായത്ത് വെന്മേനാട് അമ്പലനട ചുക്കുബസാർ റോഡ് 40 ലക്ഷം. എളവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് മുകളിൽ പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നതിന് 1 കോടി 15 ലക്ഷം. ഗുരുവായൂർ നഗരസഭ 20-ാം വാർഡ് അങ്കണവാടി 30 ലക്ഷം. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 9, 10 വാർഡുകളിലായുള്ള മാർക്കറ്റ് റോഡ് നവീകരണം 30 ലക്ഷം. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 16-ാം വാർഡിലെ 41-ാം നമ്പർ അങ്കണവാടി പുതിയ കെട്ടിടം 25 ലക്ഷം. ചൂണ്ടൽ പഞ്ചായത്ത് എരനല്ലൂർ പള്ളി മുതൽ മഴുവഞ്ചേരി സെന്റർ വരെയുള്ള റോഡ് 25 ലക്ഷം.
മണലൂർ പഞ്ചായത്തിലെ 8, 12, 13 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പാറക്കുളം ഗവൺമെന്റ് ITI ലിങ്ക് റോഡ് 25 ലക്ഷം എന്നിങ്ങനെയാണ് മണലൂർ നിയോജകമണ്ഡലത്തിലെ പ്രവർത്തികൾക്കായി ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. ആകെ 7 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത്. തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണലൂർ മണ്ഡലത്തിലെ 28 റോഡുകൾക്ക് 6.54 കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞ ജനുവരിയിൽ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഈ പദ്ധതികൾക്ക് പുറമെയാണ് പുതിയ പദ്ധതികൾക്കായി 7 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുള്ളത്. KSU കുന്നംകുളം നിയോജകമണ്ഡലം നേതൃസമ്മേളനവും നിയോജകമണ്ഡലം പ്രസിഡന്റായി നിയമിതനായ KS അക്ഷയുടെ സ്ഥാനാരോഹണവും നടത്തി. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ DCC മെമ്പർ K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. കിസാഫ് കരിക്കാട് അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചെർമനങ്ങാട്, UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, KSU ജില്ലാ സെക്രട്ടറി റാഫി വടക്കാഞ്ചേരി, TS മായാദാസ്, PI തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പു കേസിൽ ED പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട കുന്നംകുളം MLA AC മൊയ്തീനും ആലത്തൂർ MP K രാധാകൃഷ്ണനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. BJP പഞ്ചായത്ത് ഇൻചാർജ് രാജേഷ് കൂട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനു വെള്ളറക്കാട് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ VM സുരേന്ദ്രൻ, വിഷ്ണു അമ്പാടി, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജേഷ് എയ്യാൽ, സനൂപ് കൊടക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. BJP എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു ആദൂർ, അഭിലാഷ് കടങ്ങോട്, ബിജു PK, ദിലീപ് എയ്യാൽ, വിനു ഇടുകാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കിഴക്കാളൂർ ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥ മറിയം ത്രേസ്യയുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ വർഷത്തെ വിശ്വാസ പരിശീലനം പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. ജൂൺ 8-ന് മറിയം ത്രേസ്യയുടെയും തിരുഹൃദയത്തിൻ്റെയും അന്തോണീസിൻ്റെയും സംയുക്ത തിരുനാൾ 9:30-ന് ആഘോഷമായ കുർബാനയോടെ ആരംഭിക്കും. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച വെഞ്ചരിപ്പ്, ഊട്ടുനേർച്ച, പാർസൽ വിതരണം എന്നിവ ഉണ്ടായിരിക്കും. അരങ്ങ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയം നേടി ശ്രീദേവി ടീച്ചർ. മോഹിനിയാട്ടം, ഭരതനാട്യം, നാടോടി നൃത്തം എന്നീ ഇനങ്ങളിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയാണ് ടീച്ചർ നേട്ടങ്ങൾക്കർഹയായത്. സ്കൂൾ കാലഘട്ടത്തിൽ കലോത്സവങ്ങളിൽ നിരവധി തവണ 1-ാം സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട്. നിലവിൽ 25 വർഷമായി പാവർട്ടിക്ക് സമീപം കാക്കശ്ശേരിയിൽ വിദ്യാവിഹാർ സ്കൂൾ അധ്യാപികയാണ്. ഗുരുവായൂരിനടുത്ത് ചെമ്മണ്ണൂരിലും വെങ്കിടങ്ങിലും 2 പരിശീലന കളരികളിലും ഡാൻസ്, ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവയ്ക്ക് പ്രത്യേക പരിശീലനവും ടീച്ചർ നൽകി വരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭർത്താവ് സുജീഷിനും മക്കൾക്കുമൊപ്പമാണ് ഇവർ മത്സരവേദിയിലെത്തിയത്. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും അത് നൽകുന്ന കരുത്തും ആത്മവിശ്വാസവും ചെറുതല്ല എന്ന് ടീച്ചർ പറഞ്ഞു. അന്തരിച്ച നടൻ തിലകന്റെ പേരിലുള്ള പ്രതിഭാ പുരസ്കാരത്തിനും മുൻപ് ടീച്ചർ അർഹയായിട്ടുണ്ട്. ആ 30 വർഷ കാലഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. പണ്ട് നമ്മൾ അമ്മയുടെ കൈ പിടിച്ച് നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇപ്പോൾ മകളോടൊപ്പമാണ് ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നത്. അവിടെ കാണാൻ കഴിഞ്ഞത് വ്യത്യസ്തമാർന്നിട്ടുള്ള കലാരൂപങ്ങളും അന്നത്തെ നമ്മുടെ ആ കാലഘട്ടത്തിലുള്ള കുട്ടികളെ പോലെയുള്ള അമ്മമാരുടെ മത്സരങ്ങൾ, അതായത് പ്രായഭേദമന്യുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ പല ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഈ മഴ ഉള്ള സാഹചര്യങ്ങളിൽ പോലും അവർ അതിജീവിച്ചു കൊണ്ടാണ് അവിടെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിലും അതിന് സമ്മാനം നേടിക്കൊടുക്കാൻ, തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു സമ്മാനം നേടിക്കൊടുക്കാനും. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ബ്രാഞ്ച് മാനേജർ P സുജയ്ക്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ നമ്പി അധ്യക്ഷനായി. ജില്ലാ സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ M ബാലാജി ഉപഹാര സമർപ്പണം നടത്തി. ജീവനക്കാരുടെ ഉപഹാരം ബാങ്ക് സെക്രട്ടറി KJ ബിജു കൈമാറി. തലപ്പള്ളി താലൂക്ക് സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ, KSFE മുൻ ഡയറക്ടർ KF ഡേവിസ്, ബാങ്ക് മുൻ ഭരണസമിതി അംഗം ഉഷ പ്രഭുകുമാർ, കുന്നംകുളം ഹൗസിംഗ് സഹകരണ സംഘം മുൻ പ്രസിഡന്റ് MN സത്യൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, ബാങ്ക് മുൻ പ്രസിഡന്റ് C അംബികേശൻ,
കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ, മുൻ ഭരണസമിതി അംഗം TV ജോൺസൺ, ഭരണസമിതി അംഗം രതീഷ് പാറന്നൂർ, ജീവനക്കാരുടെ പ്രതിനിധി KP അജിത് എന്നിവർ സംസാരിച്ചു. P സുജ മറുപടി പ്രസംഗം നടത്തി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി സെന്റ് സെബാസ്റ്റ്യൻ കുടുംബകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. കുടുംബകൂട്ടായ്മ പ്രസിഡന്റ് CV ബേബി അധ്യക്ഷനായി. ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സ് അക്കരപ്പറ്റിയേക്കൽ, CJ സോജൻ, ലിറ്റി വർഗീസ്, NJ മോൺസി, സൗമ്യ രാജു, ലിജി ജോജു, അനഗ സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് 21-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പാലുവായ് ചക്രമാക്കൽ ഹാളിൽ നടന്ന കുടുംബസംഗമം പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. മുൻ കൗൺസിലർ PS രാജൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർമാരായ KP ഉദയൻ, KM മെഹറൂഫ്, BV ജോയ്, പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറി K സത്യനാഥൻ, MV ബിജു, വാസുദേവൻ, BG ജോൺസൺ, സിജു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ എക്സൈസ് ഓഫീസർ ധനുസ് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു. SSLC+2 വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. പഠനോപകരണ വിതരണം, ചികിത്സാ സഹായ വിതരണം, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവ നടന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. KSRTC ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് സ്നേഹ റീൽസ് ഒരുക്കി സഹപ്രവർത്തകർ. ഇൻസ്പെക്ടർമാരായ സുനിൽ ജോസഫ്, PV ജോസഫ്, A വാസു, ചാർജ്മാൻ P ദേവദാസ്, കണ്ടക്ടർമാരായ VR ലാലാജി, KP സുനിൽകുമാർ, VK കൃഷ്ണകുമാർ എന്നിവരാണ് മെയ് 31-ന് സർവീസിൽ നിന്ന് വിരമിച്ചത്. വിരമിക്കലിന്റെ ഭാഗമായി റീൽസ് ചിത്രീകരിക്കുന്നത് അപൂർവതയല്ലെങ്കിലും ഗുരുവായൂർ ഡിപ്പോയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ യാത്രയപ്പ് നൽകുന്നത്. SSLC+2 ഉൾപ്പെടെ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും അനുബന്ധ പരിപാടികളുമുണ്ടായി. ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLC+2, USS, LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അനുമോദിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചാവക്കാട് ഷോറൂം ഹെഡ് അരുൺദാസ് അധ്യക്ഷത വഹിച്ച യോഗം സ്കൂൾ പ്രിൻസിപ്പൽ MD ഷിബ ഉദ്ഘാടനം ചെയ്തു. SSLCയിൽ 100% വിജയം കൈവരിച്ച സ്കൂളിന് പ്രത്യേക പുരസ്കാരവും പ്രിൻസിപ്പലിനെയും പ്രധാനാധ്യാപികയെയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് അബ്ദുൾ റസാഖ്, M സന്ധ്യ, NV വിനി എന്നിവർ സംസാരിച്ചു. മാർക്കറ്റിംഗ് മാനേജർ സുരേഷ് കുമാർ, അനീഷ ബിബീഷ് എന്നിവർ പങ്കെടുത്തു. വേലൂർ കുർമാൽ BJPയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും SSLC+2 പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിക്കലും നടത്തി. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറിയും വാർഡ് കൺവീനറുമായ യദുകൃഷ്ണൻ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം മുൻ പ്രസിഡന്റ് സുഭാഷ് ആദൂർ, എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട്, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, ബൂത്ത് പ്രസിഡന്റ് വിപിൻ എന്നിവർ നേതൃത്വം നൽകി. ബൂത്ത് ജനറൽ സെക്രട്ടറി പ്രമീഷ് സ്വാഗതവും പ്രിയങ്ക രാജേഷ് നന്ദിയും പറഞ്ഞു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് പൊറവൂർ യൂണിറ്റ് പ്രവർത്തക കൺവെൻഷനും 10-12 ക്ലാസുകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന യോഗവും പൊറവൂർ കോംപ്ലക്സ് ഹാളിൽ നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ ഉദ്ഘാടനം ചെയ്തു. പൊറവൂർ യൂണിറ്റ് പ്രസിഡന്റ് PS ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. 10-12 ക്ലാസുകളിൽ വിജയം കൈവരിച്ച 12ഓളം വിദ്യാർത്ഥികളെ KS നിസാർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി അനുമോദിച്ചു. K അനീസ് അനുമോദന പ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി ആസിയ അനീസ് സ്വാഗതവും ജില്ലാ സമിതി അംഗം MH റഫീഖ് സമാപനവും നിർവഹിച്ചു. കാൽനൂറ്റാണ്ടുകാലം പെരുമ്പിലാവ് അൻസാർ സ്പെഷ്യൽ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച ലത ടീച്ചർ പടിയിറങ്ങി. 2001-ൽ സ്ഥാപനത്തിലെ ആദ്യ അധ്യാപികയായി നിയമിക്കപ്പെട്ട ലത ടീച്ചർ തുടർന്നുള്ള 20 വർഷക്കാലം പ്രധാനാധ്യാപികയായിരുന്നു. 2017-ൽ കേരളത്തിൽ ആദ്യമായി നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ വിദ്യാർത്ഥികൾ ഓവറോൾ ചാമ്പ്യന്മാരായതും ലത ടീച്ചറുടെ നേതൃത്വത്തിലാണ്. യാത്രയപ്പ് സമ്മേളനം അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ VK ഫൗസിയ അധ്യക്ഷത വഹിച്ചു. പൊതുപ്രവർത്തകൻ MA കമറുദ്ദീൻ, അധ്യാപകരായ ആയിഷ, സാജിദ, PT അംഗങ്ങളായ മൻസൂർ ബാബു, സജന എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപിക ലതാ ബാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. അധ്യാപകരായ ആഷിഖ് സ്വാഗതവും ഫലാഹ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം കോമറ്റ് സർക്കിൾ വേനലവധിക്കാലത്തു നടത്തിയ 2 മാസം നീണ്ടുനിന്ന നീന്തൽ പരിശീലന ക്യാമ്പ് സമാപിച്ചു. കോമറ്റ്സ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജാബിർ CP ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജിജി ജോർജിന്റെ അധ്യക്ഷതയിൽ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ പതനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC വിതരണം ചെയ്തു. അഷ്റഫ് പെങ്ങാട്ടയിൽ, അഡ്വക്കേറ്റ് പ്രിനു P വർക്കി, കൺവീനർ PI ബിമോൻ, സെക്രട്ടറി TC സജു, ജോബ്സൺ P ചെറിയാൻ എന്നിവർ സംസാരിച്ചു.
ജൂൺ 1 ലോക ക്ഷീരദിനം കുന്നംകുളം താലൂക്കിലെ വിവിധ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. കൊടിയുയർത്തൽ, മധുര വിതരണം, സത്യവാചകം ചൊല്ലൽ എന്നീ പരിപാടികളോടെയാണ് ദിനാചരണം നടത്തിയത്. വേലൂർ കുറുമാലിൽ സംഘം പ്രസിഡന്റ് KA മോഹനൻ, പുലിയന്നൂരിൽ രവി വാര്യർ, തയ്യൂരിൽ സെക്രട്ടറി സുജ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി, അക്കിക്കാവ് എന്നിവിടങ്ങളിലും ദിനാചരണം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.